എത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഞാനിനി വലിയ വില്ലേജുകളിലോട്ട് താണ്ടി പോകാൻ വേണ്ടിയാണ്. പുള്ളിക്കാരി എന്നെ ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി തന്നത്. പുള്ളിക്കാരി ഭയങ്കര പാവം കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചത്, അതായത് അത് ഞാൻ നിരീശ്വരവാദികളെ കുറ്റം പറയുന്നതല്ല, അതായത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ കൂടുതൽ സഹായിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഈ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് എനിക്ക് ആദ്യം ലിഫ്റ്റ് വന്നില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര റിലീജിയസ് ആണ്. ഓരോ പള്ളി കാണുമ്പോഴും പുള്ളിക്കാരെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ട പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ എപ്പോഴും ജീസസ് മനസ്സിലായില്ലേ, റിലീജിയസ് ആണ്. പിന്നെ ചില ആളുകൾ വണ്ടി നടത്തുന്നതെന്ന് പറയുമ്പോൾ അവർ ട്രാവൽ ബേസ്ഡ് ആയിട്ട് അവർ ട്രാവൽ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ നിന്നപ്പോൾ ഒരു പള്ളിയിലെ സിസ്റ്റർ കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ആ കുട്ടികൾ ചോദിക്കുന്നുണ്ടായത് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംഭവമാണ്. താങ്ക് യു. പുള്ളിക്കാരനും ക്രിസ്ത്യനാണ് കേട്ടോ, കത്തോലിക്കൻ. ഓക്കെ. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ക്രൊയേഷ്യൻ ഫ്ലാഗ്. ഈ കാണുന്നത് ക്രൊയേഷ്യൻ ഫ്ലാഗ് അല്ല, ആക്ച്വലി ബോസ്നിയയിലെ ക്രൊയേഷ്യൻ ആളുകളുടെ ഒരു Sam da se postao Albanci su. Od Kosova se odkrezili tamo gdje vidite jezero. To tamo Mavro, tamo su pravoslavni. Muslimani nema to. Samo pravoslavni. Milko. Za skijanje. Šeker? നമ്മുടെ മിൽക്ക് കോഫി അവർക്ക് തുറക്ക്. കല്യാണത്തിന്റെ പിക്ചറാണ് കേട്ടോ ഇവരുടെ ഫാമിലി. വാവ്, ദോബ്രെ അടിപൊളി കേട്ടോ. ഫുള്ള് ഭക്ഷണമാണല്ലോ. ഫല നമുക്ക് അടുത്തതാ ഓറഞ്ച്. ഇന്ത്യയിലുള്ള സാലറി കാരണപ്പോ അവര് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഇത് അടുത്ത് നമുക്ക് എന്തൊക്കെയോ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഭക്ഷണമാണ് കേട്ടോ. ഇതാ അടുത്ത ഇവിടെ ഇവരുടെ ലോക്കൽ സീരിയലിന്റെ ഉജിബ എന്ന് പറഞ്ഞ ഈറ്റ് അങ്ങനെ, അതായത് ഫദ്ദൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവമാണ്. Is it spicy? No, but it's pickled. It's pickle area uണ്ടോ? Macedonian. Everything Macedonian. Oh. Wow. Ja ti gi provi. Domaće. Sam domaći. Kupujemo na bazar. She made it. ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇവിടെ നമ്മുടെ ഖുർആനൊക്കെയാണ് കേട്ടോ. ഖുർആൻ കരീം ഖുർആനാണ് ഈ കണ്ടില്ലേ. അറബിയിൽ ഇവരുടെ പരിവർത്തനമൊക്കെയാണ് കേട്ടോ ഖുർആനില്. ഇവരുടെ ഭാഷയിലെ പരിവർത്തനം ഓരോ ഖുർആൻ. എന്റെ മകന്റെ റൂമാണ്. ഇവിടെയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുകയാണ് കേട്ടോ. ബട്ടർ ഇതെല്ലാം പാക്ക് ചെയ്യാം. ഓ ഫാല പ്രകോദരം കൊറേ സാധനങ്ങൾ നമുക്ക് കെട്ടിത്തരുവാണ്. അയ്യോ കരയാണ് കേട്ടോ. Ciao. Ciao. Najbolje vam. Najbolje. Hoće ljudi, znaš tako. നമ്മള് താഴോട്ട് പോകും. ഈ കാണുന്നത് നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് വെച്ച് ഞാൻ എവിടെയാണ് ബസ്സിൽ കയറേണ്ടത്. എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ലോബിയിൽ ഇരുന്നോട്ടെ. അവർ പറഞ്ഞു അതിനെന്താ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. കരയും കേട്ടോ. ഇങ്ങനെ പോയാൽ കരയും. കാരണം ഒരുപാട് വിഷമിച്ചു എന്നല്ല, കുറെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ വിഷം വരുമല്ലോ. ആളുകൾ എന്താ ഇങ്ങനെ നോക്കുക. പക്ഷെ ചില ആളുകൾ സ്നേഹിച്ച ആളുകൾ ഇപ്പൊ കണ്ടില്ലേ. ആ പുള്ളിക്കാരെ ഒരു ചോക്ലേറ്റ് എനിക്ക് പൈസ കൊടുത്ത് വാങ്ങാം, പക്ഷെ ആ ചോക്ലേറ്റ് തന്ന ഒരു രീതി മനസ്സിലായില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടതിൽ ഒരു 2-3 ആളുകൾ മാത്രമേ കണ്ടോളൂ. സാധാരണ ഇതൊക്കെ വേറെ രാജ്യത്തോ വല്ല ഏഷ്യൻ രാജ്യത്തോ വേറെ വല്ലതൊക്കെ രാജ്യത്ത്, ഇപ്പോൾ സുഡാനൊക്കെ, ആഫ്രിക്കയിലോ സുഡാനൊക്കെ പറയുകയാണെങ്കിൽ
ഇതുപോലുള്ള ആളുകളാണ് എല്ലാരെയും കാണുന്നത്, മനസ്സിലല്ലേ, മോസ്റ്റ് ഓഫ് ദ ആളുകളും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് അങ്ങനത്തെ ആളുകളെ കാണുള്ളൂ. അവര് അങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഹോട്ടൽ എന്തായാലും നൈസ് നൈസ് നൈസ്. അവരും ഉയ്ഗൂർ ആണ് കേട്ടോ. അപ്പൊ ഉയ്ഗൂർ മുസ്ലിം മുസ്ലിം ഓ മീ മുസ്ലിം മുസ്ലിം മീ മുസ്ലിം. we are using this trick from long time. മതം വലിയൊരു ഫാക്ടറാണ് കേട്ടോ ഇങ്ങനെയുള്ള എന്താ പറയാ സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട്. ഫസ്റ്റ് ദിവസം നമ്മളെ കയറ്റിയില്ലേ, ഇപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ മുസ്ലിമാണ്, നമ്മൾ മുസ്ലിമാണ്, ലോകത്തെ എല്ലാ ആൾക്കാരും മുസ്ലിങ്ങൾ ഒരുമിച്ചാണ്, നമ്മുടെ കടമയാണ് നിങ്ങളെ എന്താ പറയാ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പം മതം പലയിടങ്ങളിലും ഫാക്ടറാണ്. ഇപ്പൊ പിന്നെ വേറൊരു കാര്യം, കൂടുതൽ നല്ല മതവിശ്വാസികളാണ് കൂടുതൽ എന്റെ യാത്രയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് മുസ്ലിം മതവിശ്വാസികൾ മാത്രമല്ല, ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും എന്താ അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കണം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, മതത്തിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എല്ലാ മതക്കാരും എനിക്ക് കൂടുതൽ സഹായങ്ങളാണ് ചെയ്തിട്ടുള്ളത്.